നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പുതുക്കാട് മണ്ഡലം എംഎൽഎയായി തെരഞ്ഞെടുത്ത കെ രാമചന്ദ്രൻ എംഎൽഎക്ക് എൽഡിഎഫ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യു.പി. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സി.യു. പ്രിയൻ അധ്യക്ഷനായി. സിപിഐഎം കൊടകര ഏരിയ സെക്രട്ടറി പി.കെ. ശിവരാമൻ, ടി.എ. രാമകൃഷ്ണൻ, എൻ.എൽ. ദിവാകരൻ, പി.എം. നിക്സൺ, രാഘവൻ മുളങ്ങാടൻ, ടി.ഐ. സേവ്യർ, കെ.ജെ. ഡിക്സൺ, എം.ആർ. രഞ്ജിത്ത്, ഇ.കെ. അനൂപ്, അശ്വതി വിബി, വി.ടി. വിജയലക്ഷ്മി, രമാപ്രകാശൻ, അമ്പിളി വേണു, ഷീല ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കഥ കഴിഞ്ഞു എന്നുള്ളത് ചിലരുടെ ആശ്വാസമാണ്. ഇടതുപക്ഷത്തെ മനസ്സിലായവർക്കാർക്കും അങ്ങനെ ഒരു ആശ്വാസത്തിന് കാര്യമില്ല. ഇനി ഒരു 100 കൊല്ലം ഇവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞവർ അവിടെയുണ്ട്. അവർ ജീവിച്ചിരിക്കൽ തന്നെ പലതവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയില്ല, കഥ കഴിഞ്ഞു എന്ന ആശ്വാസത്തിന് ഒരു കാര്യവുമില്ല. മത, ജാതി, വിശ്വാസ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് അതിതീവ്രമായ വലതുപക്ഷ വർഗീയവൽക്കരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടം, അങ്ങനെ എല്ലാ രംഗത്തും വലിയ പ്രതിസന്ധി ഇന്ത്യയിലാകെ അനുഭവിക്കുമ്പോൾ കേരളത്തിൽ വികസന, ക്ഷേമ, ജനജീവിത രംഗത്ത് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ നിലപാടുകൾക്ക് വ്യത്യസ്തമായ ഒരു പ്രവർത്തനം മുന്നോട്ട് വെച്ച കാലമായിരുന്നു കേരളം. മതനിരപേക്ഷതയെ സംരക്ഷിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം പരിപാലിച്ചുകൊണ്ട് പരമാവധി ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിക്കകത്തുനിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നാനാവിധത്തിൽ നമ്മളെ ശിക്ഷിക്കുമ്പോഴും കേരളത്തിലെ ചെറുപ്പക്കാർക്ക് പരമാവധി തൊഴിൽ അല്ലെങ്കിൽ ജീവിതം, വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെ എല്ലാ രംഗത്തും ഈ കേരളം വലിയ മേന്മ ഉയർത്തിപ്പിടിച്ച കാലമായിരുന്നു. മാത്രം വാക്കാക്കി പ്രവർത്തിച്ച ഗവൺമെന്റ് ആയിരുന്നു കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെയാണ് മൂന്നാമതൊരിക്കൽ കൂടി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, ഈ കേരളത്തിലെ പൊതുജന സമൂഹം ആഗ്രഹിച്ചതും അങ്ങനെ തന്നെ. വരണമെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും വരണം എന്ന് അവസാനം പറഞ്ഞപ്പോൾ ആള് പോന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പ്രസംഗിച്ചും സംസാരിച്ചും കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷ വിരുദ്ധതയുടെ എല്ലാ തരംഗത്തിലും അതിനെ അതിജീവിച്ച് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ കൊടിക്കൂറ പാറിച്ച സഖാവ് കെ രാമചന്ദ്രൻ എംഎൽഎക്ക് ആദ്യമായി സഖാവിനെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കടമാക്കി വെച്ചുപോയ ഉമ്മൻചാണ്ടി സർക്കാർ, ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഇതൊക്കെ കൊടുത്തു തീർത്തത്. അതിൻ്റെ കൂടുതൽ കുറച്ച് എന്തുണ്ടായി, കുറച്ച് ബാധ്യതകൾ നമുക്ക് എടുക്കേണ്ട വന്നു. ഒരു വീട് പണിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ കുറച്ച് ലോൺ എടുത്തിട്ടാണ് നമ്മളെ വീട് പണിയാം. നമ്മൾ കയ്യിൽ കെട്ടി വെച്ച കാശ് എടുത്തിട്ട് നമുക്ക് വീട് പണിയാൻ പറ്റും. അപ്പം ഒരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു പുരോഗമനം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു വസ്തു നമ്മൾ ലോൺ എടുക്കും. അതൊരു സാധാരണ ഒരു പ്രക്രിയയാണ്. നമ്മുടെ സഖാക്കൾക്കൊക്കെ ഉണ്ടായ ഒരു ആലസ്യവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസമൊക്കെ ഒരു പരിധിവരെ ഈ സ്വീകരണം അകന്നു പോവാൻ ഇടയായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വലിയ കൊടുങ്കാറ്റായിരുന്നു, നമ്മളാരും കാണാത്ത ഒരു കൊടുങ്കാറ്റ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിലും ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഈ 600 റുപ്യ കൊടുക്കാൻ സാധിക്കാതെ വന്നത്. അതിനുശേഷമാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത്. നമ്മുടെ പ്രകടനത്തിൽ പറഞ്ഞ കാര്യങ്ങള് 1500 റുപ്യ നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. നമ്മൾ അധികാരത്തിൽ വന്നപ്പോൾ 1500 റുപ്യ നമ്മൾ കൊടുക്കാൻ സാധിക്കുമെന്ന് തന്നെയല്ല, നമ്മൾ 900 പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം 5 കൊല്ലം കൊണ്ട് തന്നെ ഭൂരിഭാഗം കാര്യങ്ങള് നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു. ഇങ്ങനെ സ്വീകരണം ഒരുക്കാനും അഭിവാദ്യം ചെയ്യാനൊക്കെ അവസരം ഉണ്ടായത് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട്
വിജയിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതോടൊപ്പം വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ സഖാക്കളുടെ എല്ലാ പ്രവർത്തകന്മാരുടെയും കൂട്ടായ വലിയ അധ്വാനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ വിജയം. ആ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ പ്രിയപ്പെട്ട സഖാക്കളെയും സുഹൃത്തുക്കളെയും